പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ വായിച്ചു കേട്ടല്ലോ. ഞങ്ങൾ വായിച്ചു കേട്ട വചനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്ന പിതാവേ, നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന എളിയൻ്റെ കുറവുകളൊന്നും കർത്താവ് കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ആരുടെയും അനുഗ്രഹം തടസ്സമാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. പ്രാർത്ഥന കേട്ടതിനാണ് സ്തോത്രം പിതാവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണമേ. ആമേൻ. ഭാഗ്യാന്വേഷികളുടെ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സാമ്പത്തിക നന്മകളെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നവർ അനേകരുണ്ട് ഈ ലോകത്ത്. ഏതു വിധത്തിലും പണം ഉണ്ടാക്കിയാൽ അവർ ഭാഗ്യവാന്മാരാണെന്ന് പൊതുവെ ലോകം കണക്കാക്കുന്നു. എങ്ങനെ ഈ മനുഷ്യന് ഇത്രയും പണമുണ്ടായി എന്നാരും ചിന്തിക്കാറില്ല. എന്നാൽ ആ വിധത്തിൽ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഏതു വിധത്തിലും പണം ഉണ്ടാക്കുവാൻ, ഏതു വഴിയും തിരഞ്ഞെടുക്കുവാൻ മനുഷ്യർക്ക് യാതൊരു മടിയും ഇല്ലാതെയായി. ദൈവകൽപ്പന ലംഘിച്ചാലും സാരമില്ല, വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വരാതിരുന്നാലും സാരമില്ല, കഴിയാവുന്നത്ര പണം എങ്ങനെയും ഉണ്ടാക്കുക എന്നാണ് മനുഷ്യന്റെ പൊതുവെയുള്ള ധാരണ. പരിധി വിട്ട സമ്പത്തുള്ളവരെയൊക്കെ ഈ ലോകം വളരെ ഭാഗ്യവാന്മാരായിട്ടാണ് കാണുന്നത്. ആ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കള്ളനോട്ട് വരെ പണസമ്പാദനത്തിനുള്ള മാർഗമായിട്ട് പലരും തിരഞ്ഞെടുക്കുന്നുണ്ട്. അനേകരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വലിയ പണക്കാരാകുന്നു. ദൈവം തങ്ങളെ അനുഗ്രഹിച്ചു എന്നാണ് അവർ പറയുന്നത്. സമൂഹം അവരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തില് സമ്പത്തിന്റെ കൂടുതൽ ഒരു അനുഗ്രഹമായിട്ട് ഒരിക്കലും പറയുന്നില്ല. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സഭാപ്രസംഗം എഴുത്തുകാരൻ ഇപ്രകാരം പറയുക: 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. എന്താ കാരണം? ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിക്കാതിരിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ എന്ന്. എൻ്റെ മുമ്പിലിരിക്കുന്ന എത്ര പേര് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്? ആരും പ്രാർത്ഥിക്കുന്നില്ല, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ. അപ്പോൾ സമ്പത്ത് കൂടുമ്പോൾ പൊതുവെ മാനുഷിക സ്വഭാവമാണ് ദൈവത്തെ മറക്കുക എന്നുള്ളത്. ആത്മീക ലോകത്തിൻ്റെ വലിയൊരു കൂട്ടം ജനം അപ്രകാരമുണ്ട്. അമേരിക്കയിലെ കോടീശ്വരനായിരുന്ന ജെ ഗൗൾഡ് അദ്ദേഹത്തിൻ്റെ അവസാന സമയം പറഞ്ഞത്, എന്നെപ്പോലെ മോശപ്പെട്ടവനും നീചനുമായ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ കാണുന്നില്ല എന്നാണ്. അപ്പോൾ സമ്പത്ത് മനസ്സമാധാനമോ അനുഗ്രഹമോ തരത്തില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആവശ്യത്തിലധികം പണമുണ്ടെങ്കിലും സമാധാനമില്ലാത്ത മനുഷ്യരാണ് അങ്ങനെയുള്ള ഒട്ടുമുക്കാൽ ആൾക്കാർ. കോടീശ്വരന്മാരുടെ വീടിന് ചുറ്റും ഉയർന്ന മതിലുകൾക്കുള്ളിൽ സമാധാന ഇല്ലായ്മ കൊടികുത്ത് വാഴുകയാണ്. പുറം ലോകം അതറിയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരനായ ആസാഫ് ഇങ്ങനെ പറയുക: അവർ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹെരോദാവ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മഹാനായ ഹെരോദാവ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ സംബോധന ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനം വളരെ പരിതാപകരമായിരുന്നു. ശരീരമെല്ലാം ഭയങ്കരമായ ചൊറിച്ചിൽ, അതിഭയങ്കരമായ സന്ധിവേദന, ജോയിന്റ് പെയിന്, നീര് വെച്ച് വീങ്ങിയ കാലുകൾ, അഴുകി
പുഴുവരിച്ച് സ്വകാര്യ ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള നരകയാതനകൾ അനുഭവിച്ചാണ് അയാൾ അന്ത്യശ്വാസം വലിച്ചത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ണുകൾ പുഷ്ടിയുണ്ട് ഉന്തി നിൽക്കുന്നവരും ഹൃദയത്തിലെ ചിന്തകൾ കവിഞ്ഞൊഴുകുന്നവരെയും അഹങ്കാരത്തോടെ സംസാരിക്കുന്നവരെയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസവും വെറുതെയായി പോകല്ലോ എന്നൊരിക്കലും ചിന്തിക്കരുത്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വചനത്തിനുടനീളം ഇന്നത്തെ മനുഷ്യന് ചിന്താഗതികൾക്കപ്പുറത്തുള്ള ഒരു മനുഷ്യനെ കാണുവാൻ നമുക്ക് കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകത്തിലെ പ്രവചനവും ദാനിയേൽ പ്രവചനവും അവസാന നാളുകളിലേക്കുള്ള മുന്നറിയിപ്പുകളാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത്, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് എന്ന്. ലോക ചരിത്രത്തിൻ്റെ അവസാന നാളുകളിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധ വേദപുസ്തകം പറയുന്ന ആ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ഞാനും നിങ്ങളും സ്വർഗരാജ്യത്തിൽ നിന്ന് തള്ളപ്പെടും. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവാന്മാരാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ. ഈ വാക്യത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയെക്കുറിച്ചും കുഞ്ഞാടിനെക്കുറിച്ചും സദ്യക്കുള്ള ക്ഷണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം ഉപമകളാൽ നിറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. ആരാണ് കുഞ്ഞാട്? യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ എന്താണ് കണ്ടത്? തൻ്റെ ദർശനത്തിൽ കണ്ടത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വായിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട് യേശുവിനെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്നു? അതിനൊരു കാരണമുണ്ട്. നാം ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, പഴയ നിയമ ശുശ്രൂഷകളെ പറ്റി പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു പരമാർത്ഥമുണ്ട്. അതായത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ കൊല്ലപ്പെട്ട മൃഗത്തിൻ്റെ രക്തം ഒരു പാത്രത്തിലെടുത്ത് ധൂപകലശവും പിടിച്ചുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകും. സർവശക്തന്റെ തേജസ് നിറഞ്ഞിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തെ പെട്ടതിന് മുമ്പിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടി കൊല്ലപ്പെട്ട മൃഗത്തിൻ്റെ രക്തം 7 പ്രാവശ്യം തളിച്ച് സർവജനത്തിൻ്റെയും പാപപരിഹാരം വരുത്തി ശേഷം ഇങ്ങനെ പ്രഖ്യാപിക്കാറുണ്ട്, അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നുവെന്ന്. യഹൂദ ജനതയുടെ ഒരു വർഷത്തെ പാപം അങ്ങനെ പൊറുക്കപ്പെടുന്നു. ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് കെട്ടിയിരിക്കുന്ന പാപപരിഹാര ദിനം കൊല്ലപ്പെടുവാനുള്ള കുഞ്ഞാടിനെ കാണുമ്പോൾ കടന്നു വരുന്നവർ തമ്മിൽ പറയും, ഇതാ നമ്മുടെ പാപത്തെ ചുമക്കാൻ പോകുന്ന കുഞ്ഞാട്. ഉദാഹരണത്തിന് സാമ്പ്രദറും ബീനസിസ്റ്റിനും കൂടെ വീട്ടിൽ ഇങ്ങോട്ട് വരിക. ആ ഹാൻഡ് റൈൽസിൽ ഒരു ആട്ടുകുട്ടിയെ കെട്ടിയിരിക്കുക. കൊണ്ട് സാമ്പ്രദർ ബീനസിനോട് പറയാം, താണ്ട ബീന, നമ്മുടെ പാപത്തെ ചുമക്കാൻ പോകുന്ന കുഞ്ഞാട്. ഇങ്ങനെ കടന്നു വരുന്ന ഓരോരുത്തരും പറയും. അപ്പോ എന്നാൽ ഇന്നോ കാൽവറി മലയുടെ മുകളില് പൈൻ മര കുരിശിന്മേൽ 3 കാരിരുമ്പാണികളിന്മേൽ തൂങ്ങി സ്വയം മരണം ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സക്കറിയാവെന്ന പുരോഹിതന്റെ മകനായ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, ഇതാ സകല മനുഷ്യരുടെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം നമ്മുടെ പാപത്തെ ചുമന്ന കർത്താവിന് നന്ദിയോടെ രാവിലെ സമയം സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 22-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യേശു പിന്നെയും അവരോട് ഉപമയായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണം കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കൊക്കെ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവർ മറ്റ് ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നിരിക്കുന്നു, എൻ്റെ കാളുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുക്കിയിരിക്കുന്നു. കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയുവാൻ രാജാവിൻ്റെ ദാസന്മാരെ അദ്ദേഹം അയച്ചു. അതും കൂട്ടാക്കാതെ
ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ്റെ കച്ചവടത്തിനും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവർ ദാസന്മാരുടെ കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല, ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞയച്ചു. ആ ദാസന്മാർ പെരുവഴികളിൽ ചെന്ന് ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ടു നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യനെ അവിടെ കാണുവാനിടയായി തീർന്നു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ധരിക്കാതെ എങ്ങനെ അകത്തു വന്നെന്ന് ചോദിച്ചപ്പോൾ അവനെ ഉത്തരം മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട് അവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരട്ടിൽ തള്ളിക്കളവി, അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു. വായിച്ച മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. മത്തായി 22-ന്റെ 13-14 വാക്യങ്ങൾ. രാജാവ് ശുശ്രൂഷക്കാരോട് അതിനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരട്ടിൽ തള്ളിക്കളവി, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈ ഉപമ പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കല്യാണ സന്ധ്യയ്ക്ക് ക്ഷണം കിട്ടുക എന്നത് വലിയ ബഹുമാനമാണ് ഒരു വ്യക്തിക്ക്. ആരിലൂടെയാണ് കർത്താവ് ഈ വിളി നടത്തിയത്? കർത്താവ് അവിടുത്തെ പ്രവാചകന്മാരെയും ശിഷ്യന്മാരെയും അല്ലെങ്കിൽ പാസ്റ്റർമാരെയും ഒക്കെ സുവിശേഷം പ്രസംഗിക്കുന്നവരെയും കാലാകാലങ്ങളിൽ അയച്ച് സുവിശേഷം അറിയിക്കുകയാണ്, അവരെ വിളിക്കുകയാണ് സ്വർഗരാജ്യത്തിലേക്ക്. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് അഭിമാനിക്കുന്നവർ ആ വിളിയെ കൈക്കൊണ്ടില്ല. വിളിക്കാൻ ചെന്ന പലരെയും അവർ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 22-ന്റെ 7. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. AD 70 ടൈറ്റസിന്റെ നേതൃത്വത്തിൽ റോമൻ പട്ടാളം യെരുശലേമിനെ തകർത്ത് തരിപ്പണമാക്കി, അനേകരെ കൊന്നൊടുക്കി പട്ടണം ചുട്ടുകളഞ്ഞു. യഹൂദജനം ദൈവകൃപയെ ഉപേക്ഷിച്ചതിന്റെ പരിണത ഫലമായിരുന്നു അത്. പിന്നീട് എന്ത് സംഭവിച്ചു? മത്തായി സുവിശേഷം 22-ന്റെ 8-9 വാക്യങ്ങൾ. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല, ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു. ഇത് കല്യാണ സന്ധ്യയ്ക്കുള്ള 3-ാമത്തെ വിളിയാണ്. ഇത് ജാതികളെ വിളിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ കല്യാണ സന്ധ്യയ്ക്ക് വിളിക്കപ്പെട്ടവർക്കെല്ലാം രാജാവ് ഒരു കല്യാണ വസ്ത്രം കൊടുക്കുന്നുണ്ട്. ഈ വസ്ത്രം രാജാവിന്റെ ദാനമാണ്. ക്രിസ്തുവിന്റെ അനുയായികൾക്കുണ്ടായിരിക്കേണ്ട പരിശുദ്ധവും നിഷ്കളങ്കവുമായ സ്വഭാവത്തെയാണ് ഇത് കാണിക്കുന്നത്. ഊഹയിലെ കല്യാണ വസ്ത്രം അതാണ് നമ്മോട് പറയുന്നത്. ആദാം ഹവ്വ ദമ്പതികള് ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത നീതിയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി. എന്നാൽ അവർ സ്വന്തമായ വസ്ത്രം ഉണ്ടാക്കി ധരിക്കുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. എന്നാൽ നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലൂടെ ഈ നീതിയിൻ വസ്ത്രം പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമാകും. ഹല്ലേലൂയ. ഈ കല്യാണ സദ്യയിൽ രാജാവ് വിരുന്നുകാരെ പരിശോധിക്കുന്നത് നമ്മുടെ ന്യായവിധിയെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ കാണുന്നു. ഈ മനുഷ്യൻ ഇന്നത്തെ ലോകത്തിലെ അനേകം ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയാണ്. ദൈവത്തിന് സ്തോത്രം. അതായത് ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് കാണിക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യന്മാർ. എന്താണ് കാരണം? രാജാവ് അവർക്ക് നീതിயின் വസ്ത്രം കൊടുക്കുന്നു. എന്താണ് ഈ നീതിയുടെ വസ്ത്രം? വായിക്കാം. വെളിപ്പാട് 19-ന്റെ 7-8 വാക്യങ്ങൾ. വെളിപ്പാട് 19-ന്റെ 7-8 വാക്യങ്ങൾ. 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആദാം ഹവ്വ ദമ്പതികള് ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അവരുടെ നീതിயின் വസ്ത്രം നഷ്ടപ്പെട്ടു. അവർ തങ്ങൾ നഗ്നരാണെന്ന് അന്നേരമാണ് അറിഞ്ഞത്. ആദിമ മാതാപിതാക്കൾ തെറ്റിച്ച പിശാച് ഇന്നും അനേകരെ ദൈവകൽപ്പനകൾക്കെതിരെ തിരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ 10 കൽപ്പനകള് തങ്ങൾക്ക് വേണ്ട എന്ന് അനേകർ വിളിച്ചു പറയുന്നതിന്റെ കാരണവും അതുതന്നെയാണ്.
നമുക്ക് നഷ്ടപ്പെട്ട നീതിയും വസ്ത്രം നമുക്ക് ഇന്ന് രാവിലെ സമയം തിരികെ പ്രാപിക്കാം. ഒരു മാനസാന്തരം ആവശ്യമാണ് അതിനായിട്ട്. ഈ സമയം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാട്ടെ, നമ്മൾ ഓരോരുത്തരും കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവരാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയ കല്യാണ വസ്ത്രം നാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. രോഗത്തോട് എതിർക്കുവാൻ കഴിവില്ലാത്ത ആളുകളെ ആരോഗ്യ ലോകം ബലഹീനർ എന്ന് വിളിക്കും. എന്ന് വിധിച്ച് അവരെ പ്രത്യേക സംരക്ഷണം കൊടുക്കാറുണ്ട് രോഗികൾക്ക്. ആത്മീയ ലോകത്തിൽ ഒരാൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായിരുന്നാൽ മാത്രമേ അലറുന്ന സിംഹം പോലെ നടക്കുന്ന പിശാചിനെ നമുക്ക് എതിർക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 5:8-9 വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് കാണാത്തവയെ വിശ്വസിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ഭാഗ്യം. വിശ്വാസം എന്നതോ കേൾവിയാൽ വരുന്നു. ദൈവവചനത്തിലുള്ള പരിജ്ഞാനം, ഉപദേശം, സാക്ഷ്യം മുതലായവയിലൂടെയാണ് വിശ്വാസം ഒരു മനുഷ്യന്റെ ഉള്ളിൽ വരുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1 കാണുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തി പിശാചിനോട് എതിർക്കുവാൻ തുടങ്ങുമ്പോൾ പിശാച് അവനെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നാം സ്വയം എപ്പോഴും അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിശ്വാസത്താൽ പിശാചിനോട് എതിർക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കും. പിശാചിനോട് എതിർക്കാത്ത ഒരു വ്യക്തി അവന്റെ കെണിയിൽ കുടുങ്ങി അവൻ അടിമയായി തീരും. അവന് ഏറ്റവും പറ്റിയ ഉദാഹരണമാണ് ശിംശോൻ. അവൻ മോഹത്തിന്റെ ആത്മാവിനോട് ഒരിക്കലും എതിർത്തില്ല. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഫിലിസ്തീനാൽ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കല് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഒരു മിഷണറി ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇങ്ങനെ നാളുകൾ അദ്ദേഹം ആ ജയിലിൽ കിടന്നപ്പോൾ ജയിൽ അധികാരികൾ അദ്ദേഹത്തോട് പറഞ്ഞു, യേശുവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മോചിപ്പിക്കാമെന്ന്. അദ്ദേഹം എപ്പോഴൊക്കെ പറയുന്നു അന്നേരം എല്ലാം അദ്ദേഹം അതിനോട് എതിർത്ത് നിന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ആ ജയിലിൽ കിടന്ന് മരിക്കുവാനിടയായി തീർന്നു. ജയിൽ അധികാരികൾ അദ്ദേഹത്തിന്റെ ശരീരം ജയിലിൽ നിന്ന് എടുക്കുവാൻ അകത്ത് കയറിയപ്പോൾ അതിന്റെ ഭിത്തിയിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നു, എതിർക്കുക, എതിർക്കുക, എതിർക്കുക എന്ന്. കേൾക്കുന്ന ദൈവജനമേ, പാപം നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് എപ്പോഴും പ്രാപിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണാത്ത പ്രവൃത്തി, ദൈവത്തിന്റെ കാണാത്ത പ്രവൃത്തികൾ നാം വിശ്വസിക്കുക. ദൈവവചന, ഉപദേശം, സാക്ഷ്യം എന്നിവ ശ്രദ്ധ വെച്ച് കേൾക്കുക. ദൈവാത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തോട് നാം എപ്പോഴും അടുത്തിരുന്നു കൊള്ളണം. ഇത് അന്ത്യകാലമാകുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരത്തെ പിശാച് ഒരിക്കലും തൊടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ട് ദൈവത്തോട് അടുത്തിരിക്കുന്നവരെ പിശാചിന് തൊടുവാനേ സാധ്യമല്ല. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എഫേസ്യർ 6:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 6:11 മുതൽ 13 വരെ. അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോടെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടസേനയോടും അത്രേ. ലോകത്തിൽ ജനിക്കുന്ന എല്ലാവരും ഒരിക്കൽ മരിക്കും. ഇതൊരു ലോക നിയമമാണ്. മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാവരും മരിക്കും. സാമ്പറിന് മാത്രമേ ആ പരിജ്ഞാനം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ മരണമെന്നത് ഒരു സ്ഥലം മാറ്റം മാത്രമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ പ്രസവത്തിലൂടെ ഒരു കുഞ്ഞ് ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ ആ കുഞ്ഞ് കിടന്നിരുന്ന ഗർഭാശയത്തിന് അത് കുഞ്ഞിൻ്റെ മരണമാണ്. എന്നതുപോലെ ഈ ലോകത്തില് ഒരു മനുഷ്യന്റെ മരണത്തോടൊപ്പം ആ വ്യക്തിയുടെ മറ്റൊരു സ്ഥലത്തേക്കുള്ള ജനനം കൂടി ആരംഭിക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആയുസ്സിന്റെ കുറച്ചു ഭാഗം അമ്മയുടെ ഗർഭപാത്രത്തിലും മറ്റൊരു ഭാഗം ഭൂമിയിലും
ബാക്കി ഭാഗം മറ്റൊരു സ്ഥലത്തും ചെലവഴിക്കുന്നു. ഈ സ്ഥലം മാറ്റ പ്രക്രിയ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ചിത്രശലഭത്തിൻ്റെ വളർച്ചയുടെ ചില അവസ്ഥാഭേദം പോലെ മാത്രമേ ഉള്ളൂ എൻ്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ സകല മനുഷ്യരുടെയും മരണം. മുട്ട, ലാർവ, പ്യൂപ്പ്, ചിത്രശലഭം, ഇത് അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മരണശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് ലോകത്തിൻ്റെ ജ്ഞാനികൾക്ക് പോലും വ്യക്തതയില്ലായിരുന്നു. ജ്ഞാനിയായ ശലോമോൻ അതാണ് പറയുന്നത്. മനുഷ്യൻ മരണത്തിൽ കൂടി മറ്റേതോ ഒരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നു, അത് എവിടെയാണെന്ന് മാത്രം അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. സഭാപ്രസംഗി 3:21 നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. സഭാപ്രസംഗി 3:21, സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21. ആർക്കറിയാം? അദ്ദേഹത്തിന് അറിയത്തേയില്ല മരണശേഷം മനുഷ്യന്റെ ആത്മാവ് എവിടേക്ക് പോകുന്നുവെന്ന്. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവർ മരിക്കുന്നതുവരെ സുഖിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഭൂമിയിൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളെ കൊണ്ടും തങ്ങളുടെ ജഡത്തെ അവർ സന്തോഷിപ്പിക്കും. കാരണം അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട് തൻ്റെ അധ്വാന ഫലം കൊണ്ട് സുഖസമൃദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതാണ് അവരുടെ തീരുമാനം. മരണത്തിൽ കൂടെ ഉണ്ടാകുന്ന സ്ഥലം മാറ്റത്തിൽ കൂടി മനുഷ്യൻ രണ്ടായി വേർപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ മനുഷ്യരുടെയും ഈ ലോകത്തിലെ ജീവിതത്തിനനുസരിച്ചായിരിക്കും മരണശേഷം രണ്ടായി വിഭജിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് നിർണ്ണയിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു വിശ്വാസികൾ മാത്രമല്ല, മനുഷ്യരായി ജനിച്ച സകല മനുഷ്യരും, അത് എങ്ങനെ മരിച്ചവരായാലും എവിടെ മരിച്ചവരായാലും, മാന്യമായ സംസ്കാരം കിട്ടിയില്ല എങ്കിലും, ശരീരം കടലിൽ അഴുകിച്ചേർന്നാലും, ആകാശത്ത് വെച്ച് കരിഞ്ഞ് ചാമ്പലായി തീർന്നാലും ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിലൂടെ മനുഷ്യൻ രണ്ടായി വിഭജിക്കപ്പെടുമ്പോൾ എവിടെയായിരിക്കും എന്നതാണ് പ്രധാന വിഷയം. ദൈവത്തിന് സ്തോത്രം. രണ്ടായി തിരിക്കപ്പെട്ട് എത്തുന്ന സ്ഥാനത്ത് നിന്ന് വീണ്ടും ഒരു നീക്കുപോക്കോ മാപ്പാക്കലോ വിമോചനമോ ഇല്ല എന്ന തിരിച്ചറിവ് ഒരു വ്യക്തിയെ തന്നോട് തന്നെ ഉത്തരവാദിത്വമുള്ളവനാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിത്യജീവനെന്നും നിത്യദണ്ഡനം എന്നുമുള്ളതാണ് മനുഷ്യൻ രണ്ടാക്കി തീർക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. നിത്യജീവൻ എന്നുള്ളത് സ്വർഗത്തെയും നിത്യദണ്ഡനം എന്നുള്ളത് നരകത്തെയും കാണിക്കുന്നു. എവിടെയായിരുന്നാലും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ജീവനുള്ള ഒരു ശരീരമായിരിക്കും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുക. മൃതശരീരം കിടക്കുന്നത് പോലെയല്ല നാം നരകത്തിൽ കിടക്കുന്നത്. വേദന, വിശപ്പ്, ദാഹം, ചൂട് എന്നിവ എല്ലാം തിരിച്ചറിയാവുന്ന അവസ്ഥയിലായിരിക്കും. ഹല്ലേലൂയ. ഇപ്പം മഴയൊന്നും ഇന്ന് കഴിഞ്ഞ് അല്പം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ദിവസവും അഗ്നിക്ക് തുല്യമായ ചൂട് ഉണ്ടായിരിക്കുന്ന ആ നരകത്തിൽ അകപ്പെടുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയെങ്കിൽ അതിൽ ചെന്ന് അകപ്പെടാതിരിക്കാൻ നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്നത് മരണത്തിന് ശേഷം ഒരു നീക്കുപോക്കില്ലാത്ത നിത്യജീവനാണോ അതോ നിത്യദണ്ഡനമാണോ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ലോകത്തിൽ പരിപാലിക്കുന്ന ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യൻ നരകത്തിലെത്തണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സാത്താന്റെ വശീകരണത്തിൽ ജഡത്തിൽ പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് അത് തിരിച്ചറിയുവാനുള്ള കഴിവില്ല. ദുർമോഹങ്ങൾക്കും ലോകത്തിനും അതിൻ്റെ പ്രതാപത്തിനുമായി മനുഷ്യൻ ദൈവവചനത്തെക്കാൾ പ്രാധാന്യം കൊടുത്തപ്പോൾ അവൻ അറിയാതെ തന്നെ നിത്യനരകത്തിലേക്ക് നടക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ അവസ്ഥ കണ്ട് ഹൃദയം തകർന്ന ദൈവം ഈ വശീകരണത്തിൽ നിന്നും മനുഷ്യർ തങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മനുഷ്യരൂപമെടുത്ത് തന്നെത്താൻ ജഡമായി തീർന്ന് ഭൂമിയിലേക്ക് അവതരിച്ചു. മനുഷ്യരോട് തങ്ങളുടെ ജീവിതത്തിന്റെ അനന്തരഫലം എനിക്ക് ക്രൂശിൽ കിട്ടിയതുപോലുള്ള അനുഭവമായിരിക്കും, നിന്ദ്യമായ അനുഭവമായിരിക്കും. ആ ശിക്ഷ താൻ തന്നെ ഏറ്റെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് രക്ഷ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്ന് കർത്താവ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചെയ്ത പരിഹാര പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കും എന്ന് നമ്മുടെ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം അനുഭവത്തിലാകുന്നത് ഓരോരുത്തരുടെയും ബോധപൂർവമായ തീരുമാനം മൂലമാണ്. ഞാൻ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും എൻ്റെ ഈ ലോകത്തിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ നിത്യത കണക്കാക്കുന്നത് ദൈവം. ദൈവത്തിന് സ്തോത്രം. നിലത്തെ പൊടിയിൽ നിന്ന് എന്തിനുകൊള്ളുന്നവരിൽ ചില നിത്യജീവനും ചില നിത്യലജ്ജയ്ക്കുമായി ഉണരും എന്നാണ് തിരുവചനം പറയുന്നത്.
ഹല്ലേലൂയ. നാം ഏത് കൂട്ടത്തിലായിരിക്കും എന്നത് നമ്മുടെ ജീവിതത്തെ ആശ്രയിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് നാം എടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ നമ്മുടെ പാപനിമിത്തം നമ്മുടെ മേൽ വരാനിരിക്കുന്ന നിത്യദണ്ഡനത്തിൽ നിന്നും നമ്മെ രക്ഷിപ്പാനായി മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു തങ്ങളുടെ രക്ഷിതാവായി തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് അവൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഈ ലോകത്തിൽ വെച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യേശുവിനെ തിരഞ്ഞെടുത്തതാണ് എൻ്റെ ഭാഗ്യം എന്ന് ആർത്ത് സന്തോഷിക്കുമ്പോൾ യേശുവിനെ തള്ളിക്കളഞ്ഞവർ ആ നിമിഷം പൊട്ടിക്കരയുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ നിത്യജീവനെ പ്രാപിപ്പാനായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുള്ളതിനെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതത്തിലെ ഒരു ചെറിയ തെറ്റ് പോലും നമ്മെ സ്വർഗരാജ്യത്തിൽ നിന്നും പുറത്താക്കി കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു എന്ന്, അദ്ദേഹത്തെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ ഭൂതലത്തിലില്ലായിരുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. സ്തോത്രം. എന്നാൽ ചെയ്തു പോയ 1-2 തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ വാഗ്ദത്ത ദേശമായ കനാൻ കാണുവാൻ അദ്ദേഹത്തിനിടയായില്ല. അങ്ങനെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, എൻ്റെ നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കും? ദൈവത്തിന് സ്തോത്രം. ഹേ മരണമേ, എന്നിട്ട് ജയം എവിടെ എന്ന് മരണത്തെ നോക്കി വെല്ലുവിളിക്കുവാൻ തക്കമുള്ള ഒരു ആത്മിക നിലവാരത്തിലേക്ക് നാം ഉയരേണ്ട അത്യാവശ്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ആത്മീയമായി ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ. അവർ വേഗത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമുക്കെല്ലാവരും ദഹിച്ചെന്ന് തോന്നുന്നു. സ്തോത്രം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആ കാര്യങ്ങൾ കേട്ടതൊക്കെ വീണ്ടും കേൾക്കാൻ കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കാനായിരുന്നു വന്നത്. ഈ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും കേട്ടാൽ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോയത് കൂടെ നമുക്ക് കേട്ട് ഒന്നുകൂടെ നമ്മളത് ചിന്തിക്കാനും ധ്യാനിക്കാനും അത് സഹായമായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ബെത്തനി ഹൗസിൻ്റെ ബെത്തനി ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ആ വെബ്സൈറ്റിൽ പോയാൽ ഈ എല്ലാ പ്രസംഗങ്ങളും അവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അത് ദൈവമക്കൾ അത് എടുക്കണം, അത് കേൾക്കണം, ഒന്നുകൂടെ കേൾക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. മാത്രമല്ല, നമുക്ക് സദസ്യവാക്യങ്ങളെക്കുറിച്ച് ഒരു കോമ്പറ്റീഷൻ സെപ്റ്റംബർ 21 അത് നമ്മൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് സദസ്യവാക്യങ്ങളുടെ ബൈബിൾ സ്റ്റഡിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ സ്റ്റഡിയാണ്. ആരും മിസ് ചെയ്തത്. സദസ്യവാക്യം എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് 7 മണിക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്. അപ്പോൾ നേരത്തെ മെഡിറ്റേഷനെ കുറിച്ചായിരുന്നു. ആ മെഡിറ്റേഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട സെഷൻസ് ആയിരുന്നു മെഡിറ്റേഷനെ കുറിച്ച്. അത് കഴിഞ്ഞു. ഇപ്പോൾ സദസ്യവാക്യങ്ങളെക്കുറിച്ച് ബൈബിൾ സ്റ്റഡിയാണ് ഉണ്ട്. അതുകൊണ്ട് വ്യാഴാഴ്ച 7 മണിക്ക് എല്ലാ ആഴ്ചകളും നമുക്കുണ്ട്. ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ട്. ഓഫ്ലൈൻ വരാൻ പറ്റുന്നവർക്ക് വന്ന് കേൾക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. സോറൻ തോമസ് എടുക്കുന്ന ട്രാൻസ്ലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചു കൊള്ളുന്നു. നമുക്കൊന്ന് ഇറ്റി അങ്കിൾ ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
എപ്പോഴും പ്രാർത്ഥനയിലൊക്കെയായിട്ട് തന്നെ ഞങ്ങൾ സഹായം പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥനയും ഞങ്ങൾ അപേക്ഷിക്കാതെ കൈകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞു. എല്ലാവരും ഒരു പ്രാവശ്യമൊക്കെ സമർപ്പിക്കുന്നുണ്ട്. വ്യക്തികളെ കുടുംബം കഴിഞ്ഞ് എല്ലാവരും നമ്മൾ കഴിഞ്ഞു പ്രാർത്ഥിക്കാൻ യേശു ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ സഹവാസവും നമ്മൾ കേട്ട വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.